നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതവുമായി വളരെ അടുത്തു നിൽക്കുന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, നമ്മൾ അറിയാതെ തന്നെ ചില അലിഖിത നിയമങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നതൊക്കെ എപ്പോഴും വിലയിരുത്തപ്പെടുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെ സ്മാർട്ടായി ഡീകോഡ് ചെയ്യാം, എങ്ങനെ കുറച്ചുകൂടി കോൺഫിഡന്റായി എന്നാൽ മാന്യമായി ജീവിക്കാം എന്നതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നോക്കൂ, നമ്മൾ പലരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. ഒരാള് കുറച്ച് മോഡേണായി ഡ്രസ് ചെയ്ത് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വളരെ ആത്മവിശ്വാസത്തോടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അതൊരു ജാഡ ആണെന്നോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡാണെന്നോ പലരും വിധിയെഴുതാറില്ലേ? നമ്മൾ ചെയ്യുന്ന വളരെ സാധാരണമായ ചില കാര്യങ്ങൾ പോലും എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ജഡ്ജ് ചെയ്യപ്പെടുന്നത്? ഇതിന്റെയൊക്കെ ഒരു സൈക്കോളജി എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമതായി, കേരളത്തിന്റെ മാറുന്ന ആ ഒരു സാമൂഹിക മുഖം. 2, എന്താണ് ഈ സോഷ്യൽ നെഗോസിയേഷൻ എന്നത്? 3, നമ്മുടെ ആശയവിനിമയത്തിൽ കൊണ്ടുവരേണ്ട ചില സ്മാർട്ട് മാറ്റങ്ങൾ. പിന്നെ അവസാനമായി, വിനയവും ആത്മാഭിമാനവും തമ്മിലുള്ള ആ ഒരു ബാലൻസ്. ആദ്യം തന്നെ നമ്മുടെ സമൂഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാറ്റം എന്താണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ നമ്മുടെ സമൂഹം ഒരു വല്ലാത്ത ട്രാൻസിഷനിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു വശത്ത് നമ്മുടെ പഴയകാലത്തെ സദാചാരബോധവും ഒരു ശരാശരി മലയാളിയുടെ അരക്ഷിതാവസ്ഥയുമൊക്കെയുണ്ട്. എന്നാൽ മറുവശത്തോ, നമ്മളിന്ന് ലോകത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയുന്നു, ഫെമിനിസത്തെപ്പറ്റി സംസാരിക്കുന്നു, അതുപോലെ സോഷ്യൽ മീഡിയ നൽകുന്ന വലിയൊരു എക്സ്പോഷറുമുണ്ട്. ഇവയെല്ലാം കൂടിച്ചേരുന്നൊരു മിക്സാണിത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ കോൺഫിഡന്റായി നിൽക്കുമ്പോൾ ചിലർക്കെങ്കിലും അത് അഹങ്കാരമായി ഫീൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നിത്യവും കാണുന്ന ഒരു രസകരമായ കാര്യമുണ്ട്. ഈ ദാരിദ്ര്യഭാഷ എന്ന് കേട്ടിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നമ്മളോട് ഒരാൾ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫ് സൂപ്പറായിട്ട് പോവുകയാണെങ്കിൽ കൂടിയും നമ്മൾ പറയും, അങ്ങനെ പോകുന്നു എന്ന്. കാരണം നമ്മുടെ സന്തോഷമോ വിജയമോ തുറന്നു പറയാൻ നമുക്കൊരു പേടിയാണ്. ആരെങ്കിലും നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നൊരു ഭയം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തില് ഇതൊരു വലിയ സത്യമാണ്. ഒരു സ്ത്രീ കുറച്ച് മോഡേണായി വളരെ കോൺഫിഡന്റായി പുതിയിടങ്ങളിൽ വരുമ്പോൾ അവൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് എന്ന് വളരെ വേഗം സമൂഹം ലേബൽ ചെയ്യാറുണ്ട്. ഇതൊരു കണ്ടീഷനിംഗ് ആണ്. പക്ഷേ ഇതിന് ഭയന്ന് നമ്മൾ സ്വയം ചുരുങ്ങുകയല്ല വേണ്ടത് കേട്ടോ. മറിച്ച് ഈ സാഹചര്യങ്ങളെ സ്മാർട്ടായി കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് വരുന്നത്. എന്താണ് ഈ സോഷ്യൽ നെഗോസിയേഷൻ? ഈ സോഷ്യൽ നെഗോസിയേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ ഫേക്കായിട്ട് പെരുമാറുകയാണെന്നോ ചിന്തിക്കരുത്. തീർച്ചയായും അല്ല. മറിച്ച് നമ്മുടെ വ്യക്തിത്വവും മാന്യതയും ഒട്ടും വിട്ടുകളയാതെ തന്നെ മറ്റുള്ളവരുമായി അനാവശ്യ ഉരസലുകളില്ലാതെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പക്വതയാണിത്. നമുക്ക് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അത് നമ്മൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതാണ് ശരിക്കുമുള്ള വിഷയം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സ്റ്റോപ്പ് അല്ലാത്തൊരു സ്ഥലത്തിറങ്ങണമെന്ന് കരുതുക. നമ്മൾ കണ്ടക്ടറോട് ഇവിടെ നിർത്തൂ എന്നൊരു ഓർഡർ പോലെ പറയുന്നതും ചേട്ടാ ഇവിടെയൊന്ന് നിർത്താമോ എന്ന് ചോദിക്കുന്നതും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ടല്ലേ? ഈ ഒരു ചെറിയ വാക്ക് മതി അവിടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ. നമ്മുടെ മാന്യത അവിടെ ഒട്ടും കുറയുന്നുമില്ല. ഇതിനൊരു കാരണമുണ്ട്. നമ്മുടെ സമൂഹം ഭയങ്കര ഇമോഷണലി റിയാക്റ്റീവാണ്. അതായത് നമ്മൾ പറയുന്ന കാര്യം 100% ശരിയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ടോൺ മോശമാണെങ്കിൽ ആളുകൾ ആ ടോണിനോടായിരിക്കും ആദ്യം പ്രതികരിക്കുക. നമ്മുടെ ആ ലോജിക് അവർ കേട്ടെന്ന് പോലും വരില്ല. അതുകൊണ്ട് സ്വന്തം അവകാശങ്ങൾ പറയുമ്പോഴും ആ ടോൺ കറക്റ്റായി നിലനിർത്തുക എന്നതാണ് ഈ സോഷ്യൽ നെഗോസിയേഷൻ. ശരി, ഇനി ഇത് പ്രാക്ടിക്കലായി എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. നമ്മുടെ ആശയവിനിമയത്തിൽ വരുത്തേണ്ട ചില സ്മാർട്ട് മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് പൊതുയിടങ്ങളിലെ പെരുമാറ്റമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു അർബൻ കഫേയിലെ രീതിയാവില്ല നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ. ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി പെരുമാറുക എന്നത് പ്രധാനമാണ്. പിന്നെ ഈ വാട്സാപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് നമ്മൾ നേരിട്ടൊരാളോട് സംസാരിക്കുമ്പോൾ വർക്കാകണമെന്നില്ല. റിയൽ ലൈഫിൽ മറ്റുള്ളവർക്ക് സ്പേസ് നൽകുക, നമ്മുടെ വോളിയം കൺട്രോൾ ചെയ്യുക എന്നൊക്കെ സോഷ്യൽ മെച്യൂരിറ്റിയാണ്. അടുത്തത് ഇമോഷണൽ ഇന്റലിജൻസ്. വാക്കുകളേക്കാൾ വേഗത്തിൽ ആളുകൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ക്യാച്ച് ചെയ്യും. എവിടെയെങ്കിലും ചെറിയൊരു ടെൻഷനോ പ്രശ്നമോ വന്നാൽ ഒരു ചെറിയ ചിരിയിലോ തമാശയിലോ അത് ലൈറ്റാക്കി വിടാൻ നോക്കുക. ഒരാൾ എന്തെങ്കിലും കമന്റ് അടിച്ചാൽ അതവരുടെ ഇൻസെക്യൂരിറ്റി കൊണ്ടാകാമെന്ന് മനസ്സിലാക്കി അത് വിട്ടുകളയുക. അല്ലാതെ അതൊരു ഈഗോ പ്രശ്നമാക്കി മാറ്റാതിരിക്കുന്നതാണ് സ്മാർട്ട്നെസ്. പിന്നെ യഥാർത്ഥ ആത്മവിശ്വാസം. പലർക്കും പറ്റുന്നൊരു അബദ്ധമുണ്ട്. എപ്പോഴും മറ്റുള്ളവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നത്. അത് നിർത്തുക.
എപ്പോഴും സ്വയം തെളിയിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. വെറുതെ ശബ്ദമുയർത്തി സംസാരിച്ച് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതിനേക്കാൾ എത്രയോ പവർഫുള്ളാണ് വളരെ നിശബ്ദമായി നമ്മുടെ മാന്യത കാത്തുസൂക്ഷിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇതൊന്നും വെറും പുസ്തകം വായിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ലാട്ടോ. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി ആളുകളോട് സംസാരിച്ച് ചെറിയ ചെറിയ ഉരസലുകൾ നേരിട്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ഈ അലിഖിത നിയമങ്ങൾ നമുക്ക് ശരിക്കും ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഈ വിനയവും ആത്മാഭിമാനവും തമ്മിലുള്ള ഒരു പെർഫെക്റ്റ് ബാലൻസ് എങ്ങനെ കൊണ്ടുവരാം? ഇതൊരു വലിയ പോയിന്റാണ്. ആധുനികമായി വസ്ത്രം ധരിക്കുന്നതോ നന്നായി സംസാരിക്കുന്നതോ ഒന്നും ഒരിക്കലും അഹങ്കാരമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ അതിനൊപ്പം തന്നെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പഴയ സാറേ സാറേ എന്ന വിധേയത്വ സംസ്കാരവും നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പരസ്പരമുള്ള ബഹുമാനമാണ് അവിടെ ആവശ്യം. അതായത് പൊലൈറ്റ് കോൺഫിഡൻസ്. അതാണ് ഈ ഒരു വിഷയത്തിന്റെ ഏറ്റവും വലിയ ടേക്കവേ. നമ്മൾ ആവശ്യമില്ലാതെ വല്ലാതെ വിനയം കാണിച്ച് സ്വയം ചെറുതാകാനും പാടില്ല. എന്നാൽ വെറുതെ അധികാരം കാണിച്ച് എവിടെയും വഴക്കുണ്ടാക്കാനും പാടില്ല. ഈ രണ്ട് എക്സ്ട്രീമുകൾക്കും ഇടയിലുള്ള ആ ഒരു സ്വീറ്റ് സ്പോട്ടുണ്ടല്ലോ, അതാണ് നമ്മൾ പറയുന്ന ഈ പൊലൈറ്റ് കോൺഫിഡൻസ്. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ വെറുതെ കേട്ട് മറക്കാനുള്ളതല്ല. നാളെ മുതൽ തന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇതൊന്ന് പ്രാവർത്തികമാക്കാൻ നോക്കുക. നിങ്ങൾക്കറിയാമോ, ചില സമയത്ത് നമ്മൾ വളരെ സന്തോഷത്തോടെ, അതായത് ഒരു നല്ല ദിവസത്തിനായി ഒരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ, അതെ, നല്ലൊരു ഉന്മേഷം തോന്നുന്ന സമയം. തീർച്ചയായും ഒരുപക്ഷെ നമ്മൾ പുതുതായി വാങ്ങിയ നമുക്ക് നന്നായി ചേരുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണാടി നോക്കി കൊള്ളാമല്ലോ എന്ന് സ്വയം പറഞ്ഞ് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് പുറത്തേക്കിറങ്ങുന്ന ആ സമയം. നമ്മൾ വളരെ പോസിറ്റീവായിരിക്കും, ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും നമ്മൾ ആ സമയത്ത്. അതെ. പക്ഷേ നമ്മുടെ ഗേറ്റ് കടന്ന് പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് ചുറ്റുമുള്ള ആളുകളുടെ നോട്ടം മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ അയൽക്കാരനാകാം, അല്ലെങ്കിൽ വഴിയിൽ നിൽക്കുന്ന അപരിചിതനാകാം. ആ ഒരു പ്രത്യേകതരം നോട്ടം, അല്ലേ? കൃത്യമായിട്ട് അവരുടെ മുഖത്തൊരു പ്രത്യേക ഭാവം വരും. നമ്മൾ വിചാരിക്കും, ആഹാ, ഇവർ നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ അഭിനന്ദിക്കുകയാണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലോടുന്നത് മറ്റൊന്നായിരിക്കും. ശരിയാണ്, അതൊരു ജഡ്ജ്മെന്റൽ നോട്ടമായിരിക്കും മിക്കവാറും. അതെ, ആ നോട്ടത്തിന്റെ ആൾക്കും ഇവനിതെന്താ ഇത്ര അഹങ്കാരം, അല്ലെങ്കിൽ ഇവളാരെ കാണിക്കാനാണ് ഈ പത്രാസൊക്കെ എന്നായിരിക്കും. നമ്മൾ പോലും അറിയാതെ അവിടെ ഒരു അദൃശ്യമായ സാമൂഹിക വിധിപ്രസ്താവന, അതായത് നമ്മളെ അളക്കുന്ന ഒരു പ്രക്രിയ നടക്കുകയാണ്. ഈ പുതിയ ഡീപ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വളരെ പ്രസക്തമായൊരു വിഷയമാണത്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഇടപെടുന്ന കേരളത്തിന്റെ അദൃശ്യമായ ഇത്തരം ചില സാമൂഹിക നിയമങ്ങളെക്കുറിച്ചാണ്. മലയാളിയുടെ സൈക്കോളജിയും സമൂഹത്തിന്റെ പെരുമാറ്റ രീതികളെയും കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ചില പഠനങ്ങളും ലേഖനങ്ങളുമാണിന്ന് നമ്മൾ നോക്കുന്നത്. അതായത് ഈ റൂളുകൾ എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്ന്. അതെ, വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഒന്ന് സ്വസ്ഥമായി സർവൈവ് ചെയ്യാൻ എന്തൊക്കെ അദൃശ്യ നിയമങ്ങളാണ് നമ്മൾ ഡീകോഡ് ചെയ്യേണ്ടത് എന്ന് കണ്ടെത്തുക എന്നതാണ് ഈ ഡീപ് ഡൈവിന്റെ ലക്ഷ്യം. ശരി, നമുക്കിതൊന്ന് തുറന്നു പരിശോധിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ാണ് മറ്റൊരാളുടെ ആത്മവിശ്വാസത്തെ ഇത്ര സംശയത്തോടെ നോക്കിക്കാണുന്നത്? ഈയൊരു പ്രതിഭാസത്തെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. കേരളം ഇപ്പോൾ ചരിത്രപരമായ ഒരു വലിയ മാറ്റത്തിന്റെ, അതായത് ഒരു വലിയ ട്രാൻസിഷൻ ഫേസിന്റെ നടുവിലാണ് നിൽക്കുന്നത്. ഒരു പാലം കടക്കുന്നതുപോലെ. അതെ, കൃത്യമായി പറഞ്ഞാൽ ഒരു പാലത്തിന് സമാനമായി നമുക്കിതിനെ കാണാം. ഒരു വശത്ത് നമ്മുടെ പഴയകാല ധാർമ്മികതയുണ്ട്. അവിടെ വിനയം, ഒതുക്കം, സ്വന്തം കഴിവുകളെക്കുറിച്ച് അധികം സംസാരിക്കാതിരിക്കൽ എന്നിവയായിരുന്നു വലിയ ഗുണങ്ങൾ. പിന്നോട്ട് നിൽക്കുന്നതാണ് ഒരു മര്യാദ എന്ന് വിശ്വസിച്ചിരുന്ന കാലം. ശരിയാണ്. എന്നാൽ മറുവശത്തോ ഗ്ലോബൽ എക്സ്പോഷർ, ഇന്റർനെറ്റ് വഴി ലോകത്തെമ്പാടുമുള്ള സംസ്കാരങ്ങളുമായുള്ള സമ്പർക്കം, പിന്നെ പുതിയ തലമുറയുടെ വ്യക്തിസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യം, ഇതിന്റെ എല്ലാം വലിയ സ്വാധീനമുണ്ട്. ഈ രണ്ട് വ്യത്യസ്ത ലോകങ്ങളും കൂടി കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന വളരെ സങ്കീർണമായൊരിടത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ക്ലാഷാണ്. തീർച്ചയായും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡ്രസ്സിങ്ങോ ആത്മവിശ്വാസമോ പഴയ തലമുറയുടെയോ അല്ലെങ്കിൽ പഴയ ചിന്താഗതി വെച്ചു പുലർത്തുന്ന ഒരു മധ്യവർഗ സമൂഹത്തിന്റെയോ കണ്ണിൽ അഹങ്കാരമായി മാറുന്നത്. ഇവിടെ വെറും അക്കാഡമിക് അറിവോ ബിരുദങ്ങളോ മാത്രം പോരാ. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ,
പിന്നെ എന്താണ് വേണ്ടത്? സോഷ്യൽ നെഗോസിയേഷൻ സ്കിൽ എന്ന വളരെ അണ്ടർറേറ്റഡായ എന്നാൽ അത്യാവശ്യമായ ഒരു കഴിവ് കൂടി നമുക്ക് ആവശ്യമാണ്. ഒരു മിനിറ്റ്. ഈ നെഗോസിയേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. ആളുകളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു തരം മാനിപ്പുലേഷൻ അല്ലേ അത്? അതായത് ഉള്ളിലുള്ളത് മറച്ചുവെച്ച് മറ്റുള്ളവരെ സുഖിപ്പിച്ച് കാര്യങ്ങൾ നേടുന്നൊരു തന്ത്രം. ഒരിക്കലുമല്ല. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇത് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനോ കബളിപ്പിക്കാനോ ഉള്ള വിദ്യയല്ല. മറിച്ച് നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെടുത്താതെ, നമ്മുടെ വ്യക്തിത്വം അടിയറവ് വെക്കാതെ തന്നെ സമൂഹത്തിലുണ്ടാകാൻ സാധ്യതയുള്ള അനാവശ്യമായ ഉരസലുകൾ ഒഴിവാക്കി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സ്കില്ലാണിത്. അനാവശ്യമായ ഫ്രിക്ഷൻ ഒഴിവാക്കാൻ? അതെ. പ്രത്യേകിച്ച് കേരളം പോലെ വൈകാരികമായി വളരെ വേഗം പ്രതികരിക്കുന്ന, മറ്റുള്ളവരെ എപ്പോഴും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ സ്കിൽ വളരെ പ്രധാനമാണ്. നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള അനാവശ്യ ശ്രമങ്ങൾ ഒഴിവാക്കി നമ്മുടെ എനർജി സംരക്ഷിക്കാൻ ഈ സ്കിൽ നമ്മളെ സഹായിക്കുന്നു. ശരി. അങ്ങനെയെങ്കിൽ ഈ ഉരസലുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രിക്ഷൻ ഏറ്റവും കൂടുതൽ എവിടെയാണ് നമ്മൾ കാണുന്നത്? ഈ നോട്ടങ്ങളും വിലയിരുത്തലുകളും എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഡ്രസ്സിങ്ങിന്റെ കാര്യം തന്നെ എടുക്കാം. പുതിയ കാലത്തെ ഫാഷൻ ധരിച്ച് ആത്മവിശ്വാസത്തോടെ നടക്കുന്നവരെ കേരളത്തിലെ മധ്യവർഗ സമൂഹം ഇപ്പോഴും അഹങ്കാരികളായാണ് വായിക്കുന്നത്. എനിക്കിവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് ഒരാളുടെ സ്വന്തം വിജയത്തെയും സന്തോഷത്തെയും മറ്റുള്ളവർക്ക് വേണ്ടി മറച്ചുവെക്കുന്നതിന് തുല്യമല്ലേ? അതൊരു നല്ല ചോദ്യമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിരം പരിപാടിയുണ്ട്. നമ്മളോട് ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ ജീവിതത്തിലെല്ലാം വളരെ നന്നായി പോകുമ്പോഴും ഒരുപക്ഷേ നമ്മൾ നല്ലൊരു ജോലി കിട്ടി അല്ലെങ്കിൽ പുതിയ വീട് വെച്ച് സന്തോഷത്തിലിരിക്കുമ്പോഴും നമ്മൾ പെട്ടെന്ന് പറയും, അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന്. അതെ, ആ ഒരു പതിവ് പല്ലവി. ഇതൊരു തരം ദാരിദ്ര്യഭാഷയല്ലേ? സ്വന്തം ഐഡന്റിറ്റിയും സന്തോഷവും എന്തിനു വേണ്ടി നമ്മളിങ്ങനെ സപ്രസ് ചെയ്യണം? എന്തിനാണ് ഈ ഒളിച്ചുകളി? നമുക്കിതൊരു വലിയ ചിത്രത്തിലേക്ക് കണക്ട് ചെയ്തു നോക്കിയാൽ ഇതിന്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാകും. ഇതിന്റെ വേരുകൾ കിടക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലാണ്. നമ്മൾ കാലങ്ങളായി ലാളിത്യത്തെ ഒരു വലിയ ഗുണമായി കണ്ടിരുന്നവരാണ്. അതായത് സിംപ്ലിസിറ്റിയാണ് ഏറ്റവും വലുത് എന്ന്. അതെ. പഴയ കാലത്തെ ജന്മി കുടിയാൻ വ്യവസ്ഥകൾക്ക് ശേഷം ഇവിടെ ഉയർന്നുവന്ന പുരോഗമന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളുമെല്ലാം ഊന്നൽ നൽകിയത് സമത്വത്തിലായിരുന്നു. അന്ന് കഷ്ടപ്പാടും ത്യാഗവുമാണ് മഹത്വമെന്ന് നമ്മൾ വിശ്വസിച്ചു പോന്നു. വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ കൂട്ടായ്മയ്ക്കായിരുന്നു പ്രാധാന്യം. ശരിയാണ്. അവിടെ ഒരാൾ മാത്രം പെട്ടെന്ന് സാമ്പത്തികമായോ സാമൂഹികമായോ ഉയർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നത് ആ കൂട്ടായ്മയ്ക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായാണ് അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത്. ആ ഒരു ചിന്താഗതിയുടെ ഹാങ് ഓവർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ പഴയ ചിന്താഗതി ഇപ്പോഴും മാറിയിട്ടില്ല. ഇല്ല. മാത്രമല്ല, കേരളത്തിൽ സോഷ്യൽ ക്ലാസ് ഇൻസെക്യൂരിറ്റി, അതായത് വർഗപരമായ അരക്ഷിതാവസ്ഥ വളരെ വലുതാണ്. എന്നുവച്ചാൽ മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ സമൂഹത്തിനുണ്ടാകുന്ന ഒരു തരം കോംപ്ലക്സ് ആണോ ഈ അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഇതിനെ സൈക്കോളജിയിൽ പലപ്പോഴും ക്രാബ്സിനെ ബക്കറ്റ് മെന്റാലിറ്റി, അതായത് ഞണ്ടുകളുടെ കൊട്ട എന്ന് വിളിക്കാറുണ്ട്. ഞണ്ടുകളുടെ കൊട്ടയോ? അതൊന്ന് വിശദീകരിക്കാമോ? ഒരു കൊട്ടയിൽ കുറച്ച് ഞണ്ടുകളെ ഇട്ടാൽ അതിൽ ഒന്ന് മുകളിലേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ളവ അതിനെ വലിച്ചു താഴെയിടും. അതുപോലെ നമ്മളിൽ പലർക്കും നമ്മുടേതായ ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അത് നേടാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. സ്വാഭാവികമായും എല്ലാവർക്കും എല്ലാം നേടാൻ കഴിയില്ലല്ലോ. അതെ. അപ്പോൾ മറ്റൊരാളുടെ ആധുനികതയും ആത്മവിശ്വാസവും വിജയവും കാണുമ്പോൾ അത് പലരിലും തങ്ങളുടെ സ്വന്തം പോരായ്മകളെക്കുറിച്ചുള്ള അപകർഷതാബോധം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി ഉണ്ടാക്കാം. തനിക്കില്ലാത്തത് അവൻ എങ്ങനെ കിട്ടി എന്ന് തോന്നൽ, ആ ഒരു അസൂയ കലർന്ന തോന്നൽ. കൃത്യമായിട്ട്. ഈ അപകർഷതാബോധം ഉള്ളിൽ വരുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായും ഡിഫെൻസീവാകും. അവരുടെ ആ അരക്ഷിതാവസ്ഥയാണ് ഇവൻ ഇത്ര അഹങ്കാരമോ എന്ന ചോദ്യമായി പുറത്തുവരുന്നത്. അത് അവരെ സ്വയം ആശ്വസിപ്പിക്കാനുള്ളൊരു മെക്കാനിസം കൂടിയാണ്. അപ്പോൾ നമ്മളിതിനെ പേഴ്സണലായി എടുക്കേണ്ടതില്ല, അല്ലേ? തീർച്ചയായുമില്ല. അതുകൊണ്ട് ഇത്തരം പ്രതികരണങ്ങളെ നമ്മൾ വ്യക്തിപരമായ അധിക്ഷേപമായി കണ്ട് സങ്കടപ്പെടേണ്ടതില്ല. ആ സാമൂഹിക വായനയുടെ പിന്നിലെ മനഃശാസ്ത്രം മനസ്സിലാക്കുകയാണ് വേണ്ടത്. സ്വന്തം ഐഡന്റിറ്റി നമ്മൾ മറച്ചുവെക്കേണ്ടതില്ല. പക്ഷേ നമ്മളെ കാണുന്നവര് എന്ന് കണ്ണടയിലൂടെയാണ് നമ്മളെ നോക്കുന്നത്,
അവരുടെ ഉള്ളിലെ പേടികൾ എന്താണ് എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നത് നമ്മളെ കൂടുതൽ പക്വതയുള്ളവരാക്കും. അത് വളരെ കൃത്യമായൊരു വിശദീകരണമാണ്. ആ ഞണ്ടിന്റെ കൊട്ട എന്ന ഉദാഹരണം കാര്യങ്ങളെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിധി പ്രസ്താവനകൾ അവരുടെ പ്രശ്നമാണ്, നമ്മുടേതല്ല എന്ന തിരിച്ചറിവ് തന്നെ വലിയൊരു റിലീഫാണ്. അതെ, അതൊരു വലിയ ആശ്വാസമാണ്. അപ്പോൾ വ്യക്തിപരമായ ശൈലികൾ സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു. ഇത് നമ്മുടെ അവകാശങ്ങളെയും ആശയവിനിമയത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നുകൂടി പരിശോധിക്കാം. ഇന്നത്തെ പുതുതലമുറയ്ക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് വളരെ നല്ല ബോധ്യമുണ്ട്. എനിക്കിതിന് അവകാശമുണ്ട്, ഞാൻ പണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അതെന്റെ റൈറ്റാണ് എന്ന ചിന്ത. ഇത് തീർച്ചയായും വളരെ നല്ല കാര്യമാണല്ലേ? തീർച്ചയായും നല്ല കാര്യമാണ്. അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നത് ഒരു ആധുനിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ യഥാർത്ഥ ലോകത്തിന്റെ വർക്കിംഗ് മെക്കാനിസം മനസ്സിലാക്കേണ്ടത്. അതായത് തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യബന്ധങ്ങൾ എപ്പോഴും നിയമത്തിന്റെയോ റൂൾ ബുക്കിന്റെയോ ഭാഷയിലല്ല നടക്കുന്നത്. ഒരു കോടതി മുറിയിലോ പേപ്പറിലോ ഉള്ളതുപോലെയല്ല യഥാർത്ഥ ലോകം പ്രവർത്തിക്കുന്നത്. ഇവിടെ മനുഷ്യരുടെ വികാരങ്ങൾക്കും ഈഗോയ്ക്കും വലിയ സ്ഥാനമുണ്ട്. ഈയൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസേനയുള്ള സംഭവം ഓർമ്മ വരുന്നു. നമ്മുടെ ബസ് യാത്രകൾ. അത് വളരെ നല്ലൊരു ഉദാഹരണമായിരിക്കും. ബസ് സ്റ്റോപ്പ് ഇല്ലാത്തൊരു സ്ഥലത്ത് ബസ് നിർത്തുക എന്നത് ഒരിക്കലും ഒരു യാത്രക്കാരന്റെ നിയമപരമായ അവകാശമല്ല. അത് പൂർണ്ണമായും ആ ഡ്രൈവറുടെ വിവേചനാധികാരമാണ്. അതായത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷനാണ്. അവിടെ ചെന്ന് ഒരു യാത്രക്കാരൻ എനിക്കിവിടെ ഇറങ്ങണം, വണ്ടി നിർത്തൂ എന്ന് കൽപ്പിക്കുന്നതും ചേട്ടാ ഇവിടെയൊന്ന് നിർത്താമോ എന്ന് ചോദിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് ഡിമാൻഡാണ്, രണ്ടാമത്തേത് റിക്വസ്റ്റാണ്. വളരെ കൃത്യമായ ഉദാഹരണം. ആ ഡ്രൈവറുടെ മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. ട്രാഫിക്കും ചൂടും സ്ട്രെസ്സും നിറഞ്ഞൊരു ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ഈഗോ വളരെ ഫ്രജൈലായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുള്ളൊരവസ്ഥ. അതെ, പെട്ടെന്നൊരാരോ വന്ന് ഒരു റൂൾ ബുക്ക് കാണിക്കുന്നത് പോലെ കൽപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ ഡിഫൻസ് മെക്കാനിസം ഉണരും. അവകാശം ചോദിച്ചു വാങ്ങുന്ന ഭാഷ അവിടെ പ്രായോഗികമല്ല. അവിടെ നിയമത്തെക്കാൾ ഉപരി ആ മനുഷ്യനുമായുള്ള നിമിഷ നേരത്തെ നെഗോസിയേഷനാണ് വർക്കാകുന്നത്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഈ ഡീപ് ഡൈവ് കേൾക്കുന്ന പലർക്കും എനിക്ക് തോന്നിയ അതേ സംശയം തോന്നാം. എന്താണ് ആ സംശയം? നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കണം എന്നല്ലേ ഇതിനർത്ഥം? എന്റെ ലക്ഷ്യസ്ഥാനത്ത് എനിക്കിറങ്ങണം, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവകാശം തലയുയർത്തി ചോദിച്ചു വാങ്ങുന്നതിന് പകരം പണ്ടുകാലത്ത് ജന്മിമാരെ സാറേ തമ്പുരാനെ എന്ന് വിളിച്ച് കുമ്പിട്ട് നിൽക്കുന്ന ആ പഴയ സബ്മിഷനിലേക്ക് തന്നെയല്ലേ നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നത്? ഇത് ആധുനികതയിൽ നിന്നുള്ള ഒരുതരം പുറകോട്ടു പോക്കല്ലേ? നമ്മൾ എന്തിനാണ് ആ ഡ്രൈവറുടെ ഈഗോയ്ക്ക് തീറ്റ കൊടുക്കുന്നത്? ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സബ്മിഷൻ അല്ല എന്നതാണ്. ഇതൊരു കീഴടങ്ങലോ നിങ്ങളുടെ വ്യക്തിത്വം പണയം വെക്കലോ അല്ല, മറിച്ച് വളരെ സ്മാർട്ടായ ഒരു സോഷ്യൽ നെഗോഷിയേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളം വളരെ ഇമോഷണലി റിയാക്റ്റീവായ ഒരു സമൂഹമാണ്, വേഗം പ്രതികരിക്കുന്ന സമൂഹം. അതെ. ഇവിടെ ഒരു കാര്യം ലോജിക്കലി ശരിയാണോ തെറ്റാണോ എന്നതിനേക്കാൾ അതെങ്ങനെ പറഞ്ഞു എന്നതിനാണ് ആളുകൾ പ്രാധാന്യം നൽകുന്നത്. നിങ്ങളുടെ ടോൺ എന്തായിരുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. അതായത് നമ്മൾ പറയുന്ന കാര്യത്തിലെ ലോജിക്കിനേക്കാൾ അത് കേൾക്കുന്ന ആളുടെ ഇമോഷനെ, അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നതാണ് പ്രധാനം. കൃത്യമായി. റിക്വസ്റ്റും ഡിമാൻഡും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നത് ഒരു ഇരട്ടത്താപ്പല്ല, അതൊരു ഡിപ്ലോമാസിയാണ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ബസ്സിൽ നിന്ന് ഇറങ്ങുക എന്നതാണ്. അവിടെ നിങ്ങളുടെ ഈഗോ കാണിച്ച് ബസ് ഡ്രൈവറുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതാണോ ബുദ്ധി? അല്ല, അത് വെറുതെ സമയം കളയലാണ്. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അദ്ദേഹം വണ്ടി നിർത്താം, പക്ഷേ അത് കുറച്ചു മാറി നിർത്തി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം, അല്ലെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടായേക്കാം. പകരം ഒരു ചെറിയ ചിരിയോടെ, ഒരു മനുഷ്യനോടുള്ള പരിഗണനയോടെ ചോദിച്ച് കാര്യം നേടുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തെ എളുപ്പമാക്കുന്നു. ആ ഘർഷണം ഒഴിവാക്കാം. അതെ, ഈ ഡിപ്ലോമസി ഇല്ലാത്തതുകൊണ്ടാണ് പലർക്കും ഓഫീസിലും പൊതുയിടങ്ങളിലും അനാവശ്യമായ ശത്രുക്കളെ ഉണ്ടാക്കേണ്ടി വരുന്നത്. ഇതൊരു ഗിവ് ആൻഡ് ടേക്കാണ്, നിങ്ങളുടെ അന്തസ്സ് കുറയ്ക്കുന്ന ഒന്നല്ല. ഓക്കെ, ആ പോയിന്റ് എനിക്ക് വ്യക്തമായി. എന്തു പറയുന്നു എന്നതിനേക്കാൾ എങ്ങനെ പറയുന്നു എന്നതാണ് കാര്യം. അതൊരു സർവൈവൽ ടാക്റ്റിക്കാണ്. എന്നാൽ എനിക്കിവിടെ മറ്റൊരു ചോദ്യം ഉന്നയിക്കാനുണ്ട്. ഇത്തരം ഡിപ്ലോമാസികളും സാമൂഹിക നിയമങ്ങളും
സമൂഹത്തിലെ എല്ലാവർക്കും ഒരുപോലെയല്ല ബാധകമാകുന്നത് എന്നാണ് പല സോഷ്യോളജിക്കൽ പഠനങ്ങളും കാണിക്കുന്നത്. തീർച്ചയായും. അല്ല, അവിടെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതെ, പൊതുവിടങ്ങളായ ബസ്, ക്യൂ, ചായക്കട എന്നിവിടങ്ങളിലെല്ലാം അദൃശ്യമായ സാമൂഹിക നിയമങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ജഡ്ജ്മെന്റ് നേരിടുന്നത് സ്ത്രീകളാണ് എന്നത് വളരെ വലിയൊരു യാഥാർത്ഥ്യമല്ലേ? ഒരു പുരുഷന് ലഭിക്കുന്ന അതേ നിയമങ്ങളാണോ ഒരു സ്ത്രീക്ക് ബാധകമാകുന്നത്? തീർച്ചയായും അല്ല. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കൈപ്പേറിയ എന്നാൽ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ എന്ന സത്യങ്ങളിൽ ഒന്നാണത്. ഒരു പുരുഷൻ വളരെ കോൺഫിഡന്റായി ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരു ലോക്കൽ ചായക്കടയിലേക്ക് കയറിപ്പോകുമ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയോ ആളുകളുടെ വായനയോ അല്ല ഒരു സ്ത്രീ അതേ ആത്മവിശ്വാസത്തോടെ ആ പൊതുവിടത്തിൽ വരുമ്പോൾ ലഭിക്കുന്നത്. വലിയ വ്യത്യാസമുണ്ടാവും. അതെ, ഒരു കോൺഫിഡന്റായ സ്ത്രീയെ ഈ സമൂഹം വളരെ വേഗം എന്താ ഓളെ ഒരു വിചാരം അല്ലെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡാണല്ലോ എന്ന് മുദ്രകുത്തുന്നു. എന്തുകൊണ്ടാണെന്നേ സംഭവിക്കുന്നത്? ഈ പറയുന്ന ഫ്രിക്ഷൻ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് വരുമ്പോൾ കൂടുതലാകാൻ എന്താണ് കാരണം? ഇതൊരു ജെൻഡർ അടിസ്ഥാനത്തിലുള്ള സോഷ്യൽ കണ്ടീഷനിങ് ആണല്ലേ? കാലാകാലങ്ങളായി പെൺകുട്ടികൾ ഒതുങ്ങി നിൽക്കണം, ശബ്ദം താഴ്ത്തി സംസാരിക്കണമെന്ന് പഠിപ്പിച്ചു വച്ചിരിക്കുന്നതിന്റെ ബാക്കി പത്രം. അതെ, അത് ആഴത്തിൽ വേരൂന്നിയ പാട്രിയാർക്കി അഥവാ പിതൃമേധാവിത്വത്തിന്റെ ചിന്താഗതിയാണ്. സമൂഹത്തിനെപ്പോഴും സ്ത്രീകൾ ഒരു നിശ്ചിത ചട്ടക്കൂടിനുള്ളിൽ ഡിപ്പെൻഡന്റ് ആയി നിൽക്കണം എന്നാണ് താൽപ്പര്യം. സ്വന്തമായി അഭിപ്രായം പറയാൻ പാടില്ല എന്നൊരു ചിന്ത. കൃത്യമായിട്ട്. ഒരു സ്ത്രീ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോഴോ സ്വന്തം അവകാശങ്ങൾ കൃത്യമായി ചോദിച്ചു വാങ്ങുമ്പോഴോ അവൾ സമൂഹത്തിന്റെ വാലിഡേഷൻ അഥവാ അംഗീകാരം ആവശ്യപ്പെടുന്നില്ല എന്ന് സമൂഹം തിരിച്ചറിയുന്നു. ഒരു സ്ത്രീക്ക് സമൂഹത്തിന്റെ അപ്രൂവൽ ആവശ്യമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നത് ആ പഴയ ചിന്താഗതിക്കാർക്ക് വലിയൊരു ഭീഷണിയാണ്. അതായത് അതവർക്കൊരു ത്രെറ്റാണ്. സ്വന്തം കൺട്രോൾ പോകും എന്നൊരു പേടി. അതെ, തങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നു എന്ന ഭയം. ആ ഭയമാണ് ഈ പറഞ്ഞ ജഡ്ജ്മെന്റായി മാറുന്നത്. അതോടൊപ്പം നമ്മൾ കോണ്ടെക്സ്റ്റ്, അതായത് പശ്ചാത്തലം കൂടി മനസ്സിലാക്കണം. എന്തുതരം പശ്ചാത്തലം? ഒരു അർബൻ കഫേയിലുള്ള സ്വാതന്ത്ര്യമോ പെരുമാറ്റ രീതിയോ നമ്മൾ ഗ്രാമത്തിലെ ഒരു ബസ് സ്റ്റാൻഡിൽ പ്രതീക്ഷിക്കരുത്. ഒരു IT പാർക്കിനടുത്തുള്ള കോഫി ഷോപ്പിൽ ഒരു സ്ത്രീ ലാപ്ടോപ്പും വെച്ച് മണിക്കൂറുകൾ ഇരുന്നാൽ ആരും നോക്കില്ല. എന്നാൽ അതേ സ്ത്രീ ഒരു ഗ്രാമത്തിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആത്മവിശ്വാസത്തോടെ ഇരുന്നാൽ കിട്ടുന്ന പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിനർത്ഥമെന്താണ്? ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണെന്നാണ്. നമ്മൾ കയറുന്ന ഓരോ മുറിക്കനുസരിച്ചും ഓരോ സ്പേസിനനുസരിച്ചും ഗെയിമിന്റെ നിയമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് വളരെ നല്ലൊരു താരതമ്യമാണ്. പോരാത്തതിന് കളിക്കുന്ന ആളുടെ ജെൻഡർ മാറുന്നതിനനുസരിച്ച് ഗെയിമിന്റെ കാഠിന്യം ഓട്ടോമാറ്റിക്കായി ഹാർഡ് മോഡിലേക്ക് മാറുകയും ചെയ്യുന്നു. ഒരു പുരുഷൻ ഈസി മോഡിൽ കളിക്കുന്ന അതേ ഗെയിം ഒരു സ്ത്രീ കളിക്കേണ്ടി വരുന്നത് ഹാർഡ് മോഡിലാണ്. പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ തലമുറ ഈ ഗെയിം കളിക്കാൻ പഠിക്കുന്നത് കൂടുതലും ഓൺലൈനിലൂടെയാണ്. ശരിയാണ്, സോഷ്യൽ മീഡിയയിലൂടെ. ഓൺലൈനിൽ എന്ത് കണ്ടാലും അവിടെ ഒരു കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് പ്രതികരിച്ച് കാണിക്കുന്ന ആ ഒരു കോൺഫിഡൻസ് പോരല്ലോ ഈ റിയൽ വേൾഡിൽ പിടിച്ചു നിൽക്കാൻ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട്. ഓൺലൈൻ ലോകവും യഥാർത്ഥ ലോകവും തമ്മിലുള്ള വലിയ അന്തരത്തെക്കുറിച്ചുള്ള ചോദ്യം. ഓൺലൈനിൽ ഒരു സ്ക്രീനിന് പിന്നിലിരുന്ന് ആർക്കും എന്തും പറയാം, വളരെ അഗ്രസീവായി പ്രതികരിക്കാം. കാരണം അവിടെ ആ മുഖമില്ലായ്മ അവർക്കൊരു ധൈര്യം നൽകുന്നുണ്ട്. പക്ഷേ അവിടെ ടൈപ്പ് ചെയ്യുന്നതിലെ കോൺഫിഡൻസ് അല്ല യഥാർത്ഥ ജീവിതത്തിലെ നൈപുണ്യം. നേരിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മാറും. അവിടെ സ്പേസ് ബാറോ ബാക്ക് സ്പേസോ ഇല്ലല്ലോ. അതെ, റിയൽ വേൾഡിൽ നിങ്ങളുടെ മുഖഭാവം, നിങ്ങളുടെ ക്ഷമ, ടൈമിംഗ് എന്നിവയൊക്കെ വളരെ പ്രധാനമാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് എന്നൊക്കെ ചുറ്റുമുള്ളവർ നിമിഷങ്ങൾക്കുള്ളിൽ വിലയിരുത്തും. അതെ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ അപകടമാണ്. ഒരാൾ ക്യൂ തെറ്റിച്ച് നിങ്ങളുടെ മുന്നിൽ കയറി നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഒരു തരം അഗ്രസീവ് പ്രതികരണങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ നോക്കിയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും നയിക്കുക. അവിടെ സംയമനം വേണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സങ്കീർണമായ റൂളുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഗെയിമിൽ എങ്ങനെ വിജയിക്കാം എന്നതിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഈ ഉരസലുകൾ ഒഴിവാക്കി നമ്മുടെ വ്യക്തിത്വവും അന്തസ്സും നിലനിർത്തി എങ്ങനെ മുന്നോട്ടു പോകാം? ഇതിനൊരു സൊല്യൂഷനുണ്ടോ? തീർച്ചയായുമുണ്ട്. ഈ വിഷയത്തിൽ പഠനം നടത്തിയവൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം പൊലൈറ്റ് കോൺഫിഡൻസ്, അതായത് വിനയത്തോടെയുള്ള ആത്മവിശ്വാസം എന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ അതൊരു ബാലൻസിംഗ് ആക്ടാണ്.
നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം, ആത്മവിശ്വാസമുണ്ടാകണം. പക്ഷേ അത് അഹങ്കാരമായി പുറത്തേക്ക് വരാനും പാടില്ല. ഒരു തരം സന്തുലിതാവസ്ഥ. അതെ, അമിതമായി വിനയം കാണിച്ച് സ്വയം ചെറുതാകാനും പാടില്ല. അതേസമയം എല്ലായിടത്തും അനാവശ്യമായി അസേർട്ടീവ് ആകുകയോ, അതായത് എല്ലാം എന്റെ വഴിക്കേ നടക്കൂ എന്ന് വാശി പിടിക്കുകയോ ചെയ്യരുത്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കലയാണ്. ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു ഈഗോ യുദ്ധമാക്കി മാറ്റാതെ ശാന്തമായി പ്രതികരിക്കാൻ പഠിക്കുക എന്നതാണ് ഇതിന്റെ ആദ്യ പടി. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ സർവൈവ് ചെയ്യാൻ അത്യാവശ്യം വേണ്ട മറ്റൊരു കാര്യം ഹ്യൂമർ അഥവാ നർമ്മബോധമാണ്. ചെറിയ തമാശകൾ പലപ്പോഴും വലിയ ടെൻഷനുകൾ കുറയ്ക്കുമല്ലോ. അതെ, ഹ്യൂമർ വലിയൊരായുധമാണ്. ഉദാഹരണത്തിന്, ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ പരസ്പരം തെറിവിളിക്കുന്നതിന് പകരം ഒരു ചെറിയ ചിരിയോടെയോ തമാശ രൂപത്തിലോ കാര്യങ്ങൾ പറഞ്ഞാൽ അത് അവിടെ തന്നെ തീരും. അതെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈഗോ ക്ലാഷുകൾ നടക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഒരു ചെറിയ ചിരിയോ അല്ലെങ്കിൽ ഒരു തമാശയോ വലിയൊരു ഐസ് ബ്രേക്കറായി പ്രവർത്തിക്കും. കാര്യങ്ങളെ എപ്പോഴും അമിത ഗൗരവത്തോടെ സമീപിക്കുന്നത് പലപ്പോഴും ആളുകൾക്കിടയിൽ ഒരു അകലമുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ. നമ്മൾ എപ്പോഴും ഒരു പോരാട്ടത്തിനിറങ്ങുകയാണെന്ന മനോഭാവം മാറ്റണം. യുദ്ധമല്ല ജീവിതം എന്ന് മനസ്സിലാക്കണം. തീർച്ചയായും. നമ്മൾ ശത്രുക്കളോടല്ല ഇടപഴകുന്നത്, മറിച്ച് നമ്മളെപ്പോലെ തന്നെ സ്ട്രെസ് അനുഭവിക്കുന്ന പച്ചയായ മനുഷ്യരോടാണ് എന്ന ബോധ്യം വേണം. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. അപ്പോൾ യഥാർത്ഥ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ലൗഡായി സംസാരിക്കുന്നതോ എല്ലാവരെയും വാദിച്ചു തോൽപ്പിക്കുന്നതോ അല്ല, അല്ലേ? നമ്മൾ പലപ്പോഴും സിനിമകളിലൊക്കെ കാണാറുണ്ടല്ലോ, എന്തിനും ഏതിനും പ്രതികരിക്കുന്ന, ഉറക്കെ സംസാരിക്കുന്ന ലൗഡായ ഒരു നായക പരിവേഷം. യഥാർത്ഥ ജീവിതത്തിൽ ആ സിനിമാറ്റിക് ആറ്റിറ്റ്യൂഡ് വർക്കാകില്ല എന്ന് ചുരുക്കം. 100% ശരിയാണ്. യഥാർത്ഥ ആത്മവിശ്വാസം എന്നത് സ്വയം തെളിയിക്കേണ്ട ആവശ്യമില്ലാത്തൊരവസ്ഥയാണ്. ഇംഗ്ലീഷിൽ അതിനെ കംഫർട്ടബിൾ വിത്തൗട്ട് പ്രൂവിംഗ് എന്ന് പറയും. എനിക്ക് എന്നെക്കുറിച്ച് ബോധ്യമുണ്ട്, എന്റെ കഴിവുകൾ എനിക്കറിയാം, അത് നിരന്തരം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഞാൻ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ കോൺഫിഡൻസ്. എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന ചിന്ത. അതെ, വലിയ അലർച്ചകളെക്കാളും ബഹളങ്ങളെക്കാളും എത്രയോ ഇരട്ടി ശക്തി നിശബ്ദമായ നമ്മുടെ ആത്മാഭിമാനത്തിനാണ്. അതിനെയാണ് നമ്മൾ സൈലന്റ് ഡിഗ്നിറ്റി എന്ന് വിളിക്കുന്നത്. ഒരാൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും വളരെ ശാന്തമായി എന്നാൽ ഉറപ്പോടെ മറുപടി പറയുന്ന ഒരാളെ കണ്ടാൽ ആളുകൾക്ക് ബഹുമാനം തോന്നും. ആ സൈലന്റ് ഡിഗ്നിറ്റി എന്ന പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് ബഹളമുണ്ടാക്കാതെ തന്നെ നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ അതിലൂടെ കഴിയും. പക്ഷെ നമ്മളീ പറഞ്ഞ കഴിവുകളൊന്നും നമുക്കൊരു പുസ്തകം വായിച്ചാലോ അല്ലെങ്കിൽ വെറുതെ ഒരു ഓൺലൈൻ വീഡിയോ കണ്ടാലോ കിട്ടില്ലല്ലോ. ഒരിക്കലുമില്ല. ഇതൊരു തിയറി ക്ലാസ് അല്ല. ഇതിന് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തിറങ്ങണം. നിങ്ങളുടെ റൂമിലെ സുരക്ഷിതത്വത്തിൽ നിന്ന് പുറത്തുവന്ന് പലതരത്തിലുള്ള മനുഷ്യരുമായി നേരിട്ടിടപെടണം, സംസാരിക്കണം, യാത്രകൾ ചെയ്യണം. പ്രാക്ടിക്കൽ അനുഭവം വേണം. തീർച്ചയായും. ചിലപ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങളും ഉരസലുകളുമൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെടാം, മറ്റുള്ളവരുടെ മുൻപിൽ വിഡ്ഢിയാകാം. അതിൽ നിന്നൊക്കെ പഠിച്ചാണ് ഈയൊരു സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സമൂഹത്തിന്റെ ഈ എഴുതപ്പെടാത്ത നിയമങ്ങൾ മനസ്സിലാക്കാൻ അനുഭവങ്ങൾ തന്നെ വേണം. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച ഈ ഡീപ്പ് ഡൈവിലെ കാര്യങ്ങൾ ഒരൊറ്റ ഫ്രെയിമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ ഇതൊക്കെയാണ്. കേരളം പോലൊരു സങ്കീർണമായ, വൈകാരികമായി പ്രതികരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ ബാലൻസ് ഉണ്ട്. അതെ, ആ സന്തുലിതാവസ്ഥ വളരെ പ്രധാനമാണ്. സ്വന്തം ആത്മാഭിമാനം കളഞ്ഞുകൊണ്ടുള്ള ആ പഴയ സാറേ സാറേ എന്ന് വിളിക്കുന്ന സബ്മിഷൻ സംസ്കാരം നമ്മൾ ഒഴിവാക്കണം. അതിലേക്കിനി ഒരു തിരിച്ചുപോക്കില്ല. എന്നാൽ അതേസമയം നമ്മുടെ ആധുനികതയും നമ്മൾ പുതിയതായി പഠിച്ച അവകാശബോധവും മറ്റുള്ളവരോടുള്ള അഹങ്കാരമായി മാറാനും പാടില്ല. കോൺഫിഡൻസും വിനയവും, ആ പൊളൈറ്റ് കോൺഫിഡൻസ്, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതെ, ആ പഴയ തലമുറയും പുതിയ തലമുറയും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു സാമൂഹിക പാഠം തന്നെയാണിത്. അവകാശങ്ങൾ അറിയുന്നതിനൊപ്പം തന്നെ മനുഷ്യബന്ധങ്ങളുടെ ഇമോഷണൽ ടോൺ മനസ്സിലാക്കാനും എവിടെ പ്രതികരിക്കണം, എവിടെ മൗനം പാലിക്കണം എന്ന് തിരിച്ചറിയാനും നമുക്ക് കഴിയണം. അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ എളുപ്പമാക്കും. നമ്മൾ ഈ ഡീപ്പ് ഡൈവ് അവസാനിക്കുന്നതിന് മുൻപ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായി ഒരു കാര്യം കൂടി ചിന്തിക്കാൻ നൽകുകയാണ്. എന്താണത്? നമ്മളിന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾക്കപ്പുറം ഈ വിഷയം അനലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വ്യക്തിപരമായി തോന്നിയൊരു വലിയ ചോദ്യം ഇതാണ്.
ആത്മവിശ്വാസത്തെയും വിജയത്തെയും എപ്പോഴും സംശയത്തോടെയും അഹങ്കാരമായി മാത്രം കാണുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് നമ്മുടേതെങ്കിൽ നാളത്തെ നമ്മുടെ പുതിയ തലമുറയിലെ പ്രതിഭകളും ലീഡർമാരും എന്തു ചെയ്യും? അവരിവിടെ നിന്ന് നിരന്തരം പോരാടി ഈ സമൂഹത്തിന്റെ അദൃശ്യ നിയമങ്ങൾ മാറ്റിയെഴുതുമോ? അതൊരു വലിയ ചോദ്യമാണ്. അതോ തങ്ങളുടെ വ്യക്തിത്വത്തിനും അന്തസ്സിനും വേണ്ടി ഓരോ ദിവസവും ബസ് സ്റ്റാൻഡിലും ഓഫീസിലും പൊതുവഴിയിലും വിലപേശേണ്ടി വരാത്ത, തങ്ങളുടെ കോൺഫിഡൻസിനെ അഹങ്കാരികളായി മുദ്രകുത്താത്ത, കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും ഇടങ്ങളിലേക്കും അവർ പൂർണ്ണമായും ചേക്കേറുമോ? ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ചെറുപ്പക്കാർ കാനഡയിലോ യുകെയിലോ പോകുന്നത് വെറും ഉയർന്ന ശമ്പളത്തിനു വേണ്ടി മാത്രമാണോ? അതോ അവിടെ സ്വന്തം ഐഡന്റിറ്റിയെ ഒളിപ്പിച്ചു വെക്കേണ്ട എന്നതുകൊണ്ടാണോ? ഈ നമ്മൾ കേൾക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ, അതായത് പ്രതിഭകളുടെ കൊഴിഞ്ഞുപോക്ക്, വെറുമൊരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, മറിച്ചിതൊരു സാമൂഹിക ശ്വാസമുട്ടലിന്റെ ബാക്കിപത്രം കൂടിയല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. അതെ, അടുത്ത തവണ നിങ്ങളൊരു പുതിയ ബ്രാൻഡഡ് ഷർട്ടോ കൂളിംഗ് ഗ്ലാസോ വെച്ച് വളരെ സന്തോഷത്തോടെ പുറത്തിറങ്ങുമ്പോൾ ചുറ്റുമുള്ളവരുടെ നോട്ടത്തെപ്പറ്റി ഒട്ടും വിഷമിക്കരുത്. കാരണം ഈ കളിക്കുന്ന ഗെയിമിന്റെ നിയമങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാം. അവരുടെ ചിന്തകൾ, അവരുടെ അരക്ഷിതാവസ്ഥയാണ്, നിങ്ങളുടെ പ്രശ്നമല്ല. പുതിയൊരു വിഷയവുമായി മറ്റൊരു ഡീപ്പ് ഡൈവിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.